ആദ്യം ഞാൻ അരുൺകുമാറിലേക്ക് പോകുന്നു. അരുൺ, ഇന്നിപ്പോൾ രാവിലെ 7 മണിക്ക് ആരോഗ്യമന്ത്രി ബിന്ദുവിന്റെ കുടുംബത്തെ കാണുന്നു, സഹായങ്ങൾ ഉറപ്പു നൽകുന്നു. അവരെ സംബന്ധിച്ചും ആ സഹായങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ആ സഹായങ്ങൾ സ്വീകരിക്കുന്നു, മകന് ജോലിയടക്കമുള്ള ഉറപ്പുകൾ നൽകുന്നു. അപ്പോൾ അവരുടെ പ്രതികരണവും ആ നിലയ്ക്ക് ആശ്വാസത്തിന്റെ പ്രതികരണം വരികയാണ്. പക്ഷെ ഒപ്പം നിന്ന പ്രതിപക്ഷത്തിനും മാധ്യമങ്ങൾക്കും അവർ നന്ദി പറയുന്നുണ്ട്, സർക്കാരിന് നന്ദി പറയുന്നതിനൊപ്പം പ്രതിപക്ഷത്തിന്റെ സ്വരം ഇവിടെ പാടില്ല എന്ന നിലപാടിലേക്കാണോ നിങ്ങൾ പോകുന്നത്? കാരണം ഈ വിഷയത്തിൽ പ്രതിഷേധിക്കുന്ന, തെരുവിൽ സമരങ്ങൾ ചെയ്യുന്ന പ്രതിപക്ഷ പാർട്ടികളെ നേരിടും എന്നാണ് ഡിവൈഎഫ്ഐയും സിഐടിയും പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ ജനാധിപത്യപരമായിട്ടുള്ള ഒരു പ്രതിഷേധത്തിനും ഒരു വിലക്കുമില്ല. അതിനെയൊക്കെ രണ്ട് കൈയും നീട്ടി സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന്റെ ആരോഗ്യ മേഖല എന്ന് പറഞ്ഞാൽ കേരളം രൂപീകരിക്കപ്പെട്ട 1956 മുതൽ ഉള്ളതാണല്ലോ. 57 ആദ്യത്തെ ഗവൺമെന്റ് വന്നു. കാലാകാലങ്ങളിൽ മാറി മാറി വന്ന ഗവൺമെന്റുകളെല്ലാം അവർക്ക് ചെയ്യാവുന്ന കാര്യങ്ങൾ ചെയ്തു. ഇപ്പോ ഓരോ ഗവൺമെന്റുകൾ തമ്മിലുള്ള താരതമ്യപ്പെടുത്തലും ഓരോ ഗവൺമെന്റിന്റെ കാലത്ത് കൂടുതൽ ചെയ്ത കാര്യങ്ങളും എല്ലാം ഇപ്പോൾ ചർച്ചാ വിഷയമാണ്. നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട ആരോഗ്യ മേഖല തന്നെയാണ്, ലോകത്തിന് മാതൃകയാണ്. മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ വെച്ച് താരതമ്യപ്പെടുത്തുമ്പോൾ ഭൗതിക സാഹചര്യങ്ങൾ കൊണ്ടും രോഗികളുടെ എണ്ണം കൊണ്ടും സൗജന്യ സേവനം കൊണ്ടും എല്ലാം നമ്മൾ തന്നെയാണ് മുന്നിൽ. പക്ഷെ കൂടുതൽ ആളുകൾ ഈ കൃത്യമായി സർക്കാർ മേഖലയെ ആശ്രയിച്ചു വരുന്നു, പൊതുമേഖലയെ ആശ്രയിച്ചു വരുന്നു എന്നതുകൊണ്ട് തന്നെ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തണം, ഭൗതിക സാഹചര്യങ്ങൾ കുറെ മെച്ചപ്പെടുത്താനുണ്ട്. മെഡിക്കൽ കോളേജുകളെല്ലാം 60-70 കൊല്ലം പഴക്കമുള്ളതാണ്. അത് പുതിയ കെട്ടിടങ്ങൾ പണിയണം. ഇപ്പോഴുള്ള രോഗികളുടെ എണ്ണത്തിനനുസരിച്ച് മാറ്റം വരുത്തണം. അതിനുവേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വലിയ രൂപത്തിൽ നടക്കുകയാണ്. കിഫ്ബി ഉപയോഗിച്ചുകൊണ്ട് തന്നെ വൻകിട വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇപ്പോൾ ഇങ്ങനെ ഒരു ദാരുണമായിട്ടുള്ള സംഭവം ഉണ്ടായി, ഒരാൾ മരിക്കപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ആ കുടുംബത്തിന്റെ കണ്ണീരൊപ്പുക, എല്ലാ തരത്തിലും കോമ്പൻസേറ്റ് ചെയ്യുക, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കുക, അതിനുള്ള സാഹചര്യം ഒരുക്കുക എന്നതാണ്. അതിനു പകരം അതിനു വേണ്ടിയിട്ടുള്ള ഫലപ്രദമായിട്ടുള്ള നിർദ്ദേശങ്ങൾ, പ്രതിഷേധം ഒക്കെ ആകാം. പക്ഷേ മന്ത്രിയെ വഴിയിൽ തടയുന്നതും മന്ത്രിയുടെ വീട് ആക്രമിക്കുന്നതും ഓഫീസ് ആക്രമിക്കുന്നതും കായികപരമായിട്ട് ഒരു വനിതാ മന്ത്രിയെ ആക്രമിക്കുന്ന തരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു സംഭവം ഉണ്ടായോ? മന്ത്രിയെ കായികമായി ആക്രമിക്കുകയോ മന്ത്രിയുടെ വീട് ആക്രമിക്കുകയോ മന്ത്രിയുടെ ഔദ്യോഗിക വസതി ആക്രമിക്കുകയോ ചെയ്യുന്ന സംഭവം ഉണ്ടായോ? പ്രതിഷേധം ഉണ്ടായിട്ടുണ്ട്. പ്രതിഷേധ സമരങ്ങൾ ഏത് രൂപത്തിലായിരിക്കും? നിങ്ങളും പ്രതിഷേധങ്ങളൊക്കെ നടത്താറുള്ളതാണല്ലോ. അപ്പോൾ ആ രൂപത്തിലുള്ള പ്രതിഷേധം എന്നതിനപ്പുറം മന്ത്രിയെ ഉപദ്രവിക്കുന്ന രീതിയിലേക്ക്, ശാരീരികമായി ആക്രമിക്കുന്ന രീതിയിലേക്ക് ഒരു പ്രതിഷേധ സമരം ഉണ്ടായോ? ആ മന്ത്രിയുടെ കൂടെ ഉള്ള പോലീസ് വാഹനങ്ങളും പോലീസും അതുപോലെ തന്നെ കൂടുതലായി കൊടുത്ത ബന്ദവസും ഇല്ലെങ്കിൽ ആ മന്ത്രിയെ ആക്രമിക്കുമായിരുന്നു എന്നതിന് വേറൊരു തെളിവ് നമ്മുടെ മുന്നിൽ വേണ്ട. അടുത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്ന വാക്കാലുള്ള ആക്രമണങ്ങളും പ്രസ്താവനകളും മന്ത്രിമന്ദിരത്തിലേക്കുള്ള മാർച്ചും അതുപോലെ മന്ത്രിയുടെ വാഹനത്തിന്റെ മുന്നിൽ ചാടുന്ന കാഴ്ചയും ഒക്കെ കാണുമ്പോൾ പോലീസിന്റെ വലിയ സംരക്ഷണ വലയം ഇല്ലായിരുന്നെങ്കിൽ ഉള്ള സാഹചര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ഇന്ന് ഒരു പോലീസ് പോലും ഇല്ലാതെയാണ് മന്ത്രി ആ വീട്ടിലെത്തിയത്. നടന്നു തന്നെയാണ് ആ വീട്ടിലേക്ക് വന്നത്. ഒരാൾ പോലും തടയാനുണ്ടായില്ലല്ലോ. അതുകൊണ്ട് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു പോകുന്നു എന്നുള്ളത് എന്താണ്? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? പോലീസ് ഇല്ലാതെ പാർട്ടി സഖാക്കൾക്കൊപ്പം മന്ത്രി പോയിരിക്കുന്നു. രാവിലെ 7 മണിയാണ് ആ സമയം തിരഞ്ഞെടുത്തത്. ആരും അറിഞ്ഞിട്ടില്ല. വളരെ കുറച്ച് മാധ്യമങ്ങൾ മാത്രമേ ദൃശ്യങ്ങൾ കിട്ടിയിട്ടുമുള്ളൂ ആ സമയത്ത്. അതൊരു ശരിയാണ്. അപ്പോൾ അത് പറയുന്നതിന്റെ അർത്ഥം എന്താണ്? ഭയപ്പാടില്ലാതെ പോയി എന്നാണോ? പോലീസ് പോലും ഇല്ലാതെ ഞങ്ങൾക്ക് പോകാൻ പറ്റും, മന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നത് ഇനി മുതൽ പാർട്ടി പ്രവർത്തകരാണ് എന്നതാണോ? എന്താണ് ഉദ്ദേശിക്കുന്നത്? ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? നിങ്ങൾ എന്തു വേണമെങ്കിലും ഊഹിച്ചോ, നിങ്ങൾ എന്തു വേണമെങ്കിലും റിപ്പോർട്ട് ചെയ്തോ. 4-5 മാസം മാസപ്പടി, എക്സലോജിക്കൽ, CMRL എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പൊലിപ്പിച്ച ഇടതുപക്ഷത്തെ ആക്രമിച്ചല്ലോ, മുഖ്യമന്ത്രിയെ കുടുംബത്തെ ആക്രമിച്ചല്ലോ. ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP പ്രതിനിധിയോട് ഇനി ഒരു അക്ഷരം മിണ്ടരുത്. ഇതുവരെ അപ്ലോഡ് ചെയ്ത മുഴുവൻ വീഡിയോകളും എല്ലാ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ നിന്ന് മാറ്റണം. ഒരു വാക്കുപോലും ഈ വിഷയത്തിൽ ഉന്നയിക്കരുതെന്ന് കേരളത്തിന്റെ സബ് കോടതിയും ഹൈക്കോടതിയിൽ ഇദ്ദേഹം കൊടുത്ത കേസ് പിൻവലിച്ചു പോകേണ്ടി വന്ന സാഹചര്യം ഉണ്ടായി. അതായത് 4-5 മാസം ചർച്ച ചെയ്ത വിഷയത്തിൽ സുപ്രധാനമായിട്ടുള്ള വിധി, ആ ആരോപണങ്ങൾ ഉന്നയിച്ച ആളോട് ഒരക്ഷരം മിണ്ടരുതെന്ന് കോടതി പറഞ്ഞ് ഇതുവരെ അപ്ലോഡ് ചെയ്ത് മുഴുവൻ പിൻവലിച്ചു പോകണമെന്ന് പറഞ്ഞിട്ടും അത് ചർച്ച ചെയ്യാൻ കേരളത്തിന്റെ മാധ്യമങ്ങൾക്ക് ഒരു മിനിറ്റ് പോലും മാറ്റിവെക്കാൻ സമയമുണ്ടായില്ല. കാരണം എല്ലാം 5-8 മാസം ചർച്ച ചെയ്ത വിഷയമാണ് പൂർണ്ണമായിട്ട് ഇല്ലാതായത്. ഇപ്പൊ ഇവിടെ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങളും ഈ മരണവും ഒക്കെ നമ്മൾ ചർച്ച ചെയ്തു. ഇവിടെ എന്ത് ഇനി ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നു, എന്ത് മുന്നോട്ട് പോകുന്നുള്ള കാര്യം
കാര്യം നിങ്ങൾ വരും ദിവസങ്ങളിൽ കാണുക. എന്റെ ചോദ്യത്തിന് ഉത്തരം ഒന്ന് വ്യക്തമായി തരാമോ അഡ്വക്കേറ്റ് അരുൺകുമാർ? അതായത് നിങ്ങൾക്കും തെരുവിൽ സമരം ചെയ്യുന്ന രീതിയുണ്ട്, നിങ്ങളുടെ കാലത്തും നിങ്ങൾ കരിങ്കൊടി പിടിച്ചിട്ടുണ്ട്, നിങ്ങളും മന്ത്രിമാരെ വഴിയിൽ തടഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ കരിങ്കൊടി പ്രതിഷേധമൊക്കെ നിങ്ങൾ ഭരിക്കുന്ന കാലമാകുമ്പോഴേക്കും വേറെ രൂപത്തിൽ അത് നിങ്ങൾ വ്യാഖ്യാനിക്കുന്ന വേറൊരു രൂപത്തിലാണല്ലോ. അപ്പോൾ അതിനെ തടയുമെന്നാണോ? അതിന് പോലീസ് ഉണ്ടല്ലോ, മന്ത്രിക്ക് എന്തായാലും പോലീസിന്റെ കാവലുണ്ട്. അത് അങ്ങനെയല്ല, മന്ത്രിക്ക് സംരക്ഷണം ഒരുക്കുക ഡിവൈഎഫ്ഐയും CITയും ചേർന്നാണ് എന്ന് പറയുമ്പോൾ ഇവിടെ നേരത്തെ നടന്ന ഒരു രക്ഷാപ്രവർത്തനം ഓർമ്മിക്കുകയാണ്. ആ രൂപത്തിൽ നിങ്ങൾ പ്രവർത്തിക്കും എന്നാണോ മനസ്സിലാക്കേണ്ടത്? നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഊഹിക്കാം. ഏതായാലും മുത്തങ്ങയിൽ സമരം നടത്തിയവരെ UDFന്റെ പോലീസ് നേരിട്ടതുപോലെയോ അടിയന്തരാവസ്ഥയിൽ പ്രതിഷേധിച്ചവരെ കോൺഗ്രസുകാർ നേരിട്ടതുപോലെയോ ആയിരിക്കില്ല. ഇവിടെ പ്രതിഷേധിക്കാനുള്ള ഒരു അവകാശത്തിൽ ഞങ്ങൾ ഇടപെടുകയില്ല. പക്ഷെ കേരളത്തിലെ ഏതെങ്കിലും മന്ത്രിമാരെ നിങ്ങളുടെ പ്രതിരോധം എനിക്കിത്രേ പറയാൻ എനിക്കിപ്പോ ആ പ്രതിരോധം ചാനലിൽ വന്നിരുന്ന് വിശദീകരിക്കലും ഞങ്ങളുടെ രീതിയല്ല. നിങ്ങൾ കണ്ടോളൂ, നിങ്ങൾ കാത്തിരുന്ന് കണ്ടോളൂ. ഒരു കാര്യം ഞാൻ പറയാം, ഒരൊറ്റ പോലീസും ഇല്ലെങ്കിൽ പോലും കേരളത്തിലെ മുഴുവൻ മന്ത്രിമാരും കേരളത്തിന്റെ തെരുവീതികളിലൂടെ നടക്കും, അവരുടെ പരിപാടികളിൽ പങ്കെടുക്കും, അവർക്ക് പോകേണ്ടിടത്തൊക്കെ പോകും. അത് ഏതെങ്കിലും തരത്തിൽ തടയാൻ പോലീസ് വേണോ വേണ്ടോ എന്ന് ഞങ്ങൾ തീരുമാനിക്കും. പോലീസ് ഉണ്ട്, പോലീസ് കാര്യക്ഷമമാണ്, ആഭ്യന്തര വകുപ്പുണ്ട്. പക്ഷേ പോലീസ് ഇല്ലെങ്കിലും കേരളത്തിൽ ഒരു മന്ത്രി ഇടുന്ന പരിപാടിയിൽ എവിടെ വേണമെങ്കിലും പോകാൻ പറ്റിയ സാഹചര്യം ഒരുക്കാൻ പറ്റിയ പാർട്ടിയും അതിന് പിന്തുണ കൊടുക്കാൻ പറ്റിയ സംവിധാനവും ഈ കേരളത്തിലുണ്ട്. അത് ഞങ്ങൾ പ്രയോജനപ്പെടുത്തും. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും വ്യാഖ്യാനിക്കാം, ഊഹിക്കാം, നമുക്ക് തെരുവീതികളിൽ കാണുകയും ചെയ്യാം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.